ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ വേറെ ആയിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ S6 റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ചിങ്ങം 1 ഗൈസ്. ഇപ്പോൾ K2 ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരെപ്പോഴും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ വിശേഷപ്പെട്ട ദിവസങ്ങളിലായിരിക്കും. ഓണം, വിഷു അങ്ങനത്തെ ദിവസങ്ങളിലായിരിക്കും ഇപ്പോൾ K2 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ജൂനിയർ പിള്ളേർക്കും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. പക്ഷെ ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. അപ്പം രാവിലെ തൊട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൈറ്റ് ബ്ലോക്കാണ്, ഇപ്പോഴും സൈറ്റ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ റിസൾട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ടിനെ വെച്ച് നോക്കിപ്പിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഗ്രേഡ് കാർഡിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഞാൻ സൈറ്റിൽ കയറി നോക്കിയിട്ടില്ല. അത് നിങ്ങളെ കാണിക്കണം എന്നാണ് വിചാരിച്ചത്. കാരണം പുതിയതായിട്ട് വരുന്നവർക്ക് ആ ഗ്രേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കി എഴുതിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് 2 സബ്ജക്ട് എനിക്ക് നല്ല പേടിയായിരുന്നു സപ്ലി കിട്ടുമെന്ന്. ഒന്ന് എലക്റ്റീവ് ആയിരുന്നു. എലക്റ്റീവും പിന്നെ കോംപ്രഹെൻസീവ് വൈവ എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ട്. അതും എനിക്ക് നല്ല പേടിയായിരുന്നു സപ്ലി കിട്ടുമെന്ന്. പക്ഷെ എല്ലാ സബ്ജക്റ്റും ഞാൻ പാസ്സായി ഗായ്സ്. എങ്ങനെയാന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ എലക്റ്റീവിന് ഞാൻ വിചാരിച്ച പോലെ തന്നെ ജസ്റ്റ് പാസ് ഗ്രേഡേ ഉള്ളൂ. P ആണ് ഗ്രേഡ്. കാരണം നല്ല പാട് സബ്ജക്റ്റ് ആയിരുന്നു. എക്സാം ഒക്കെ ഭയങ്കര ടഫായിരുന്നു. പിന്നെ കോംപ്രഹെൻസീവ് വൈവ ആണ്. കോംപ്രഹെൻസീവ് വൈവ എന്ന് പറയുന്നത് ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 50 ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് 25 വേണം നമുക്ക് പാസ്സാവാൻ. അത് പാസ് ഓർ ഫെയിൽഡ് ആണ്. അതും അങ്ങനെ പാസ്സായി. അപ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന S6 പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാസ്സായവർക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ സപ്ലി കിട്ടിയവർ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്കിനി സമയമുണ്ടല്ലോ എഴുതിയെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഈ സ്കോർ കാർഡ് ഞാൻ ആ സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇപ്പോൾ K2 സൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഗേറ്റ് വേ എറർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്കോർ കാർഡിന്റെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അതല്ല ഇനി അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഗ്രേഡ് മെഷർ ചെയ്യുന്നതെന്ന് അറിയേണ്ടവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ ഞാൻ അത് വെച്ചിട്ട് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതൊരു വ്ളോഗ് ആക്കിയിട്ടത്. ശരിക്കും ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നാളെ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഹോസ്റ്റൽ എസെൻഷ്യൽസ് ആണ്. അപ്പോൾ എന്റെ വീഡിയോ ഇതുപോലെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.